ഏവർക്കും ദേവദാരുവിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സുസ്വാഗതം. ഈ വരുന്ന 27-ാം തീയതി സ്കന്ദഷഷ്ഠി വ്രതമാണ്. ഇന്നു മുതലാണ് വ്രതം ആരംഭിക്കേണ്ടത്. 6 ഷഷ്ഠി വ്രതത്തിന് തുല്യമാണ് സ്കന്ദഷഷ്ഠി വ്രതമെന്നാണ് പറയുന്നത്. അതിന് നമ്മൾ അങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് നോക്കാം. അത്രയ്ക്കും മഹാത്മ്യമാണ് ഈ തുലാമാസത്തിൽ വരുന്ന സ്കന്ദഷഷ്ഠി വ്രതത്തിന് നമ്മൾ ജപിക്കേണ്ടത്. അതായത് ഈ വർഷത്തെ സ്കന്ദഷഷ്ഠി വ്രതം അത്രയ്ക്കും മഹാത്മ്യമുണ്ട്. അത് നമ്മൾ നോറ്റാൽ ഇരട്ടി ഫലമാണ് ഭഗവാൻ മുരുകൻ നമുക്ക് നൽകുക. തുലാമാസത്തിലെ വെളുത്തപക്ഷ ഷഷ്ഠിയാണ് സ്കന്ദഷഷ്ഠി. സന്താന അഭിവൃദ്ധിക്കും രോഗശാന്തിക്കും ദുരിത നിവാരണത്തിനും ദാമ്പത്യ ഭദ്രതയ്ക്കും അത്യുത്തമമാണ് സ്കന്ദഷഷ്ഠി വ്രതം. ഈ വർഷം സ്കന്ദഷഷ്ഠി വ്രതം ഒക്ടോബർ 27 തിങ്കളാഴ്ചയാണ് വരുന്നത്. സുബ്രഹ്മണ്യ പ്രീതിക്കായുള്ള സ്കന്ദഷഷ്ഠി വ്രതത്തിന് 6 ദിവസത്തെ വ്രതാനുഷ്ഠാനമാണ് ഉത്തമം. അതനുസരിച്ച് ഒക്ടോബർ 22, അതായത് ഇന്നു മുതൽ ബുധനാഴ്ച മുതൽ വ്രതം നമ്മൾ ആരംഭിക്കണം. ഇനി സ്കന്ദഷഷ്ഠി വ്രതം അനുഷ്ഠിച്ചാൽ നമുക്ക് എന്താണ് ലഭിക്കുക, അതുകൊണ്ടുള്ള ഫലം എന്താണെന്ന് നോക്കാം. 6 ഷഷ്ഠി വ്രതം അനുഷ്ഠിക്കുന്നതിൻ്റെ തുല്യമാണ് ഒരു സ്കന്ദഷഷ്ഠി വ്രതമെന്നാണ് പറയുന്നത്. കുടുംബ സൗഖ്യത്തിനും ജീവിത സൗഖ്യത്തിനും അത്യുത്തമമാണ് സ്കന്ദഷഷ്ഠി വ്രതം. സ്കന്ദഷഷ്ഠി വ്രതം ഭക്തിയോടെ അനുഷ്ഠിച്ചാൽ ഭർതൃസന്താന ദുഃഖവും തീരാ വ്യാധികളും ഉണ്ടാവുകയില്ല. ഉത്തിഷ്ട കാര്യസിദ്ധിക്കായും ഷഷ്ഠി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. എല്ലാ മാസങ്ങളിലെയും ഷഷ്ഠി നാളിൽ വ്രതം അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അത് എല്ലാ മാസവും ഷഷ്ഠി വരുന്നുണ്ട്. ആ മാസങ്ങളിലെല്ലാം തന്നെ അനുഷ്ഠിച്ചാൽ ഫലമേറെയാണ്. എന്നാൽ തുലാമാസത്തിലെ സ്കന്ദഷഷ്ഠിയാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്. മാസം തോറുമുള്ള ഷഷ്ഠി ഈ വ്രത അനുഷ്ഠാനം തുടങ്ങേണ്ടത് തുലാമാസത്തിലെ ഷഷ്ഠി മുതലാണെന്നാണ് പറയുന്നത്. അപ്പോൾ തുലാമാസം മുതലുള്ള ഷഷ്ഠി മുതലാണ് നമ്മൾ മാസം തോറുമുള്ള ഷഷ്ഠി വ്രതത്തിൻ്റെ ആരംഭം കുറിക്കേണ്ടത്. ഇനി അത് എങ്ങനെയാണെന്ന് നോക്കാം. ഷഷ്ഠി ദിനത്തിന് ഒരു 5 ദിവസം മുൻപേ വ്രതം നമ്മൾ ആരംഭിക്കുക. തലേന്ന് ഒരിക്കലോടെ ഷഷ്ഠി ദിനത്തിൽ മാത്രം വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട്. വ്രതദിനത്തിലെല്ലാം കുളി കഴിഞ്ഞതിനു ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കുക. രാവിലെയും വൈകിട്ട് സുബ്രഹ്മണ്യ നാമ ഭജനവും ഒരിക്കലൂണ് എന്നിവ അഭികാമ്യമാണ്. ഇനി ഷഷ്ഠി ദിവസം ഉപവാസത്തോടെ ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാടും മറ്റും നടത്തി ഉച്ചസമയത്തെ ഷഷ്ഠി പൂജയും തൊഴുത് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന ആ നേദിച്ച പടച്ചോറ് കഴിച്ചു വേണം വ്രതം പൂർത്തിയാക്കാനായിട്ട്. ഷഷ്ഠി ദിനത്തിൽ സന്ധ്യയ്ക്ക് സുബ്രഹ്മണ്യ ഭജനവും ഷഷ്ഠി സ്തുതിയും ചൊല്ലുന്നത് വളരെയധികം ഉത്തമമാണ്. പിറ്റേന്ന് തുളസി തീർത്ഥം സേവിച്ച് നമുക്ക് പാരണ വിടാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ സ്കന്ദഷഷ്ഠിയുടെ ഐതിഹ്യമെന്ന് നോക്കാം. ഉമാമഹേശ്വരൻ്റെ പുത്രനായ സുബ്രഹ്മണ്യൻ തരകാസുരനെ നിഗ്രഹത്തിനു ശേഷം ശൂരപത്മാസുരനുമായിട്ട് യുദ്ധം ചെയ്തു. മായാവിയായ അസുരൻ സുബ്രഹ്മണ്യനെ മറ്റുള്ളവരുടെ മുന്നിൽ അദൃശ്യനാക്കി. സ്കന്ദനെ കാണാതെ ദുഃഖിതരായ ദേവന്മാരും മാതാവായ പാർവതീദേവിയും തുടർച്ചയായി 6 ദിവസം വ്രതമനുഷ്ഠിക്കുകയും തന്മൂലം ശൂരപത്മാസുരൻ്റെ മായയെ അതിജീവിച്ച സുബ്രഹ്മണ്യൻ തുലാമാസത്തിലെ ഷഷ്ഠി ദിനത്തിൽ അസുരനെ വധിക്കുകയും ചെയ്തു. അതിനാൽ തുലാമാസത്തിലെ ഷഷ്ഠി സ്കന്ദഷഷ്ഠി എന്ന് അറിയപ്പെടുന്നു. ഇനി സുബ്രഹ്മണ്യ മന്ത്രം ഷഷ്ഠി ദിനത്തിൽ ഭഗവാന്റെ മൂലമന്ത്രമായ ഓം വജൽസ്പൂവേ നമഃ ഇതൊരു 108 തവണ ജപിക്കുക. മുരുകനെ പ്രാർത്ഥിക്കുമ്പോൾ ഓം ശരവണഭവ എന്ന മന്ത്രം 21 തവണ ജപിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. അതോടൊപ്പം തന്നെ സുബ്രഹ്മണ്യ സ്തുതികൾ ജപിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. ഇന്നേ ദിവസം ഭഗവാൻ നമുക്ക് സർവ്വ ഐശ്വര്യവും നൽകും. ഈ 6 ദിവസവും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വ്രതമെടുത്ത് സുബ്രഹ്മണ്യ കീർത്തനവും അതുപോലെ സുബ്രഹ്മണ്യ പഞ്ചരത്നവും അതുപോലെ തന്നെ സ്കന്ദഷഷ്ഠി കവചവും ഒക്കെ ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഭഗവാൻ നമുക്ക് എല്ലാവിധ സർവ്വ ഐശ്വര്യങ്ങളും നൽകും. സന്താന അഭിവൃദ്ധിക്കും രോഗശാന്തിക്കും ദുഃഖനിവാരണത്തിനും ഈ ദാമ്പത്യ ഭദ്രതയ്ക്കുമൊക്കെ ഏറ്റവും ഉത്തമമായ ഒരു വ്രതമാണ് സ്കന്ദഷഷ്ഠി വ്രതം. ഞാനും നോറ്റിട്ടുണ്ട്, എനിക്കതിൻ്റെ ഫലവും ലഭിച്ചിട്ടുണ്ട്. ഓം സുബ്രഹ്മണ്യായ നമഃ. ഓം വജൽസൂവേ നമഃ. ഏവർക്കും സ്കന്ദഷഷ്ഠി ആശംസകൾ നേരുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്ത ഒരു പുതിയ അധ്യായത്തിൽ വരുന്നവരെ നന്ദി, നമസ്കാരം.